ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ എടുത്ത വീഡിയോയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഫ്രിഡ്ജിലിരുന്ന എല്ലാ സാധനങ്ങളും പുറത്തേക്ക് മാറ്റി വെച്ചു. പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഇനി 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ ഒക്കെ വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഒരുപാട് പച്ചക്കറിയൊന്നും ഫ്രിഡ്ജിൽ ഉണ്ടാവാതെ അതൊക്കെ എടുത്ത് നമ്മൾ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ടായിട്ട്. അപ്പോൾ അധികം പച്ചക്കറികൾ അങ്ങനെ ഐറ്റംസ് ഒന്നും ഫ്രിഡ്ജിലില്ല, കേടായി പോകുന്ന ടൈപ്പ്. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ ഫ്രിഡ്ജുകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ ലിക്വിഡാണ് ഇത്. ഇവിടെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നേ ഈ തവണ ഉണ്ടാക്കിയതല്ല, നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസാണ്. അപ്പോൾ അതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. ഇതിനകത്ത് നമ്മുടെ പാത്രം കഴുകണ ലിക്വിഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കുറച്ചും, പിന്നെ 1 സ്പൂൺ വിനീഗറും, പിന്നെ കംഫർട്ട് ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണും, പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് മിക്സ് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. പിന്നെ ബാക്കി മുഴുവൻ വെള്ളവും കൂടി ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് തേച്ച് എടുക്കുമ്പോൾ നല്ല, ഫ്രിഡ്ജിൻ്റെ അകത്താണെങ്കിലും നല്ലൊരു സ്മെല്ലും വരും. പിന്നെ ഒരുപാട് നമ്മൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതായതുകൊണ്ട് തന്നെ പേടിക്കാതെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകമൊക്കെ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലായിടവും ഒരു ചെറിയ സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണി വെച്ചിട്ടാട്ടോ ക്ലീൻ ആക്കി എടുക്കുന്നത്. സ്ക്രബറും നമ്മുടെ കമ്പി അതൊക്കെ വെച്ചിട്ട് ഉരയ്ക്കൊന്നും ചെയ്യരുത്, ഫ്രിഡ്ജിൻ്റെ ആകെ പോറൽ വീഴും. അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ട് ഈ ലിക്വിഡ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് തേച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ വാഷറിൻ്റെ ഈ സൈഡിലൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ. ഒരുപാട് പഴയ ഫ്രിഡ്ജൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പൊടിയും അഴുക്കും കരിമ്പനൊക്കെ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫ്രിഡ്ജാണെങ്കിൽ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിനകത്ത് പേസ്റ്റ് ആക്കുക. എന്നിട്ട് ആ പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ പല്ല് തേച്ചെടുക്കില്ല, അതുപോലെ ആ ബ്രഷിൻ്റെ എല്ലാം വാഷറിൻ്റെ എല്ലാ വിടവിലും അത് വെച്ചിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീൻ ആവും കേട്ടോ. എനിക്കിപ്പോൾ അത്ര അഴുക്കില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ഒന്നും അങ്ങനെ ക്ലീൻ ആക്കണില്ല. പിന്നെ എൻ്റെ ഡോർ സൈഡിലായിരുന്നു കുറച്ച് അഴുക്കുണ്ടായിരുന്നത്, അതൊക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ശർക്കര ഉരുക്കിയിട്ട് ഒരു ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ കുട്ടികൾ ചെന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ബോട്ടിലിൽ കയ്യിലേക്കായി ചാടി കിടക്കണതാണ്. നമ്മളെപ്പോഴും അത് ശ്രദ്ധിച്ചെന്ന് വരില്ലല്ലോ, അതിങ്ങനെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ അപ്പുറത്തൊക്കെ വേറെ സാധനങ്ങൾ ഇരിക്കുമ്പോൾ നമ്മൾ അറിയില്ല. അപ്പോൾ എങ്ങനെയായാലും നമ്മുടെ ഫ്രിഡ്ജ് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങനെ ആവും. ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. പിന്നെ ഇതിനകത്താണെങ്കിൽ നമ്മൾ എൻ്റെ ഫ്രിഡ്ജ് എല്ലാം ഒട്ടുമിക്ക വീട്ടമ്മമാരുടെയും ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനി ലുലുമാളായിരിക്കുമല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ളതും ആവശ്യത്തിനില്ലാത്തതായിട്ടുള്ളതും എല്ലാം ഇതിലുണ്ടാവും. എൻ്റെ കാര്യം കേട്ടോ പറയണത്. ഞാൻ ചിലപ്പോഴൊക്കെ പലവ്യഞ്ജനവും പലചരക്കും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇറച്ചി മീൻ ഇതെല്ലാം ഉണ്ടാവും എൻ്റെ ഫ്രിഡ്ജിൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ആക്കാറുണ്ട് കേട്ടോ. ഡീപ്പായിട്ട് ഇങ്ങനെ ഇപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിന് ഇറങ്ങിയത്. അല്ലാതെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ ഫ്രിഡ്ജ് ആകെ ഇങ്ങനെ ക്ലീൻ ആയിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ. അതിൻ്റെ ആകമൊന്നും ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ തുടച്ചെടുക്കണോണ്ടാണ്. നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് വെറുതെ തുടച്ചെടുത്താൽ മതി. അങ്ങനെ ഇപ്പോൾ ഞാൻ ക്ലീൻ ആക്കണം. അപ്പോൾ നമ്മുടെ കുട്ടികൾ എന്നെ കളിയാക്കൂട്ടോ. നമ്മൾ സാധാരണ ടി വിയിലൊക്കെ ഓരോന്നിൻ്റെയൊക്കെ പരസ്യം വരുമ്പോൾ ഫ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിൻ്റെ പാത്രത്തിനകത്ത് ഐസ്ക്രീം ഇരിക്കുന്നുണ്ടാവും, അങ്ങനെ ഓരോ ബോട്ടിലുകളിൽ ജ്യൂസ്, ഡ്രിങ്ക്, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഉമ്മച്ചിയുടെ ഐസ്ക്രീം പാത്രം തുറന്നു നോക്കി അതിനകത്ത് എല്ലാം ഉണക്കമീനൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവരെന്നെ കളിയാക്കൂട്ടോ. ശരിയാട്ടോ, ഞാനങ്ങനെ ഐസ്ക്രീം ബോട്ടിലിൽ ഐസ്ക്രീം മാത്രമൊന്നും വയ്ക്കണ പണിയൊന്നും എനിക്കില്ല. അപ്പോൾ ഇവർ ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വന്ന് തുറന്നു നോക്കിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരാൾ മാത്രം യൂസ് ചെയ്യണ ഫ്രിഡ്ജാണെങ്കിൽ അത്ര അങ്ങോട്ട് മുഷിപ്പും ഇതും വരില്ല കേട്ടോ. ഇത് ഓരോരുത്തരും പോയിട്ട് ഇങ്ങനെ തുറന്നു നോക്കും, എന്താ ഉള്ളതെന്ന്. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും വന്ന് തുറന്ന് ഇതിൽ പോകുമ്പോൾ ആ ഡോറൊന്നും തുറന്നില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അപ്പോൾ ഇതെൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അതൊക്കെ ഐറ്റംസാണ്. പിന്നെ ഈ ബോക്സുകൾ വളരെ യൂസ്ഫുള്ളായിട്ട്, ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായി. 12 എണ്ണം ഉണ്ടായെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനകത്താണ് ഞാൻ പച്ചക്കറികളൊക്കെ ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ആ പച്ചക്കറി തീരുമ്പോൾ ഈ ബോട്ടിൽ അങ്ങോട്ട് കഴുകി വെയിലത്തേക്ക് വെച്ചാൽ മതി. ഇപ്പോൾ ഞാൻ ഇതിനകത്തിരുന്ന 2-3 എണ്ണം കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമേ കഴുകി ഉണങ്ങിയിരുന്നതിലേക്ക് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന തക്കാളിയും നാരങ്ങയൊക്കെ ഇട്ട് വയ്ക്കണതാണ്. വേറെ പച്ചക്കറികളൊന്നും ഇപ്പോൾ എനിക്ക് വയ്ക്കാനില്ല. പിന്നെ ആദ്യം ഞാൻ അങ്ങോട്ട് കയറ്റി വെച്ചത് എൻ്റെ മസാല ബോക്സാണ്. അതിനകത്ത് മസാലകളെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാറ്. പുറത്തിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെള്ളൊക്കെ കുത്തിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്ത് പൊടിക്കാമല്ലോ.
പിന്നെ ഈ വെളുത്തുള്ളിയുണ്ട്, ഇതിപ്പോൾ നമുക്ക് എല്ലായിടത്തും ഇപ്പോൾ ഇതാണല്ലോ കിട്ടണം, നല്ല വലിയ അല്ലി വെളുത്തുള്ളിയാണ്. പക്ഷേ ഇത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാനിങ്ങനെ അല്ലികൾ വേർതിരിച്ചിട്ട് അതും ഇതുപോലെ ബോക്സിലിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് വയ്ക്കണത്. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആ ബോക്സ് എടുത്ത് കഴിഞ്ഞിട്ട് ഒരു നനഞ്ഞ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ആ ട്രേ വെറുതെ ഇങ്ങോട്ട് തുടയ്ക്കാനേ ഉണ്ടാവുള്ളൂ. ഈ പച്ചക്കറികൾ അതിൽ വേസ്റ്റായിട്ട് ചാടി അഴുക്കായിട്ട് പിടിച്ചൊന്നും ഇരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ ആയാലും അഴുകി പോയാലും ആ ബോക്സിൽ തന്നെ കിടന്നോളില്ല. അപ്പോൾ നമുക്ക് ആ ബോക്സ് കഴുകിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള എളുപ്പമുണ്ട്. അപ്പോൾ അങ്ങനെ ബോക്സുകളിലൊക്കെ ആക്കി വെക്കേണ്ടതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ കുക്കിങ്ങും ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ചാള കൂട്ടാനാണ് മാങ്ങ ഇട്ടിട്ട്, അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനെടുത്തിട്ട് ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും മസാലയൊക്കെ തേച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അതും ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുക്കിങ്ങും ക്ലീനിങ്ങൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ചിട്ട് ക്ലീൻ ആക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ.